ഇനി ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ട് അത് തെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ആശയപരമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ഗുരുതരമായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുകയാണ്. അന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കൂടി. ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം, വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എന്താണ് ഗവൺമെൻറ്റിൻ്റെ അധികാരം നമുക്കറിയാമല്ലോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. നിയമങ്ങൾ കൊണ്ടുവരണം മന്നം. എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. ഇതൊരു കള്ളപ്രചരണം. രണ്ടാമത്തത് എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്. അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുമില്ല. ഇല്ലാത്ത കഥ. മനസ്സിലാക്കിക്കോണം. ഇതൊന്നും അല്ല. എന്നിട്ട് കുറേ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക. മനസ്സിലായില്ലേ? പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ്സല്ല സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം. അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതൽ ചെയ്ത്. ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നോണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണമാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല.